السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. ثم كفينا على آثارهم برسلنا وكفينا بعيسى ابن مريم وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة ورحمة ورهبانية ابتدعوها ما كتبناها عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവന്റെ അടുക്കൽ പ്രതിഫലാർഹമായ ഒരു അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ ഈ സദസ്സിൽ സംഗമിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിനീതരായ അടിമകൾക്കായി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിന് വിട ചൊല്ലിക്കൊണ്ട് പരിശുദ്ധമായ ഈദുൽ ഫിത്ർ ആഘോഷിച്ച് അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മഹത്തായ ഒരു സംഗമത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. രാവിലെ മുതൽ നടന്നു വന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾ, വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ചർച്ചകൾ, ഇവിടെ കൂടിയ ആളുകളും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുന്ന ആളുകളും ഒരുപോലെ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും
ചെയ്തു. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. ഈ ഘട്ടത്തിൽ പൗരോഹിത്യത്തിൻ്റെ കപടമുഖങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇവിടെ പറയുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനു നൽകിയ നിഅമത്തുകളിൽ, അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് വിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിനോളം വരുന്ന അതിനേക്കാൾ മഹത്തരമായ ഒരു നിഅമത്ത് ഐഹിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊന്ന് നൽകിയിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ വാചകങ്ങളിൽ തന്നെ അത് വ്യക്തമായി പറഞ്ഞു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങൾക്ക് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇതുവരെയും ലോകം അനുഭവിച്ചു കൊണ്ടിരുന്ന മഹത്തായ ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ് നുബുവത്താകുന്ന നിഅമത്ത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ അനുഗ്രഹവും ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ഏക മതം ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷത, ഇസ്ലാമിന്റെ യോഗ്യത, ഇസ്ലാമിന്റെ പ്രത്യേകത, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കൈകടത്തലുകൾ നടത്തുവാൻ അവകാശം നൽകപ്പെട്ടിട്ടില്ലാത്ത മതമാണത് എന്നതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായം, ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജീവിച്ചു വരുന്ന സമൂഹം, ആ സമൂഹത്തിന്റെ ചിന്താഗതികൾ, നാഗരികതകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന മതം അല്ല ഇസ്ലാം. ഇസ്ലാമിന്റെ സവിശേഷത, ഇസ്ലാമിന്റെ പ്രത്യേകത, ആകാശഭൂമികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിച്ച മഹത്തായ ആദർശമാണത് എന്നതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ, ഒരു വ്യക്തിയുടെ ചിന്തയോ അദ്ദേഹത്തിന്റെ പഠനമോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ നിലപാടുകളോ അല്ല ഇസ്ലാം ലോകത്തോട് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്ന പ്രവാചകന്മാർ, ദൂതന്മാർ, ആ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ നൽകി, ബോധനം നൽകി. ആ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർ ലോകത്തോട് സംസാരിക്കുന്നു. അതാണ് ഇസ്ലാം. ആ നിലയിൽ ലോകത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ, വിശുദ്ധ ഇസ്ലാം പറയുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച പ്രവാചകന്മാർ, ആ നബിമാർ പോലും സ്വന്തം അഭിപ്രായം മതമായി പറയുന്നില്ല, സ്വന്തം തീരുമാനം മതമായി പറയുന്നില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുകും വമാ ഹവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ. ഒരിക്കലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഇഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല. മതം എന്ന നിലയ്ക്ക് പ്രവാചകൻ വിശദീകരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ,
അള്ളാഹുവിങ്കിൽ നിന്ന് നൽകപ്പെടുന്ന വഹയാണ്, ബോധനമാണ്. ആ വഹയാണ് പ്രവാചകൻ സംസാരിക്കുന്നത്, സ്വന്തം ഇച്ഛകളോ സ്വന്തം തീരുമാനങ്ങളോ അല്ല. ഇങ്ങനെ ഒരു മതം ലോകത്തുണ്ട് എന്ന് പറയാൻ കഴിയുന്നത് ഇസ്ലാം മാത്രമാണ്. അള്ളാഹു എന്ന് പറയുന്നുവോ അതാണ് ദീൻ. അള്ളാഹു എന്ത് വഹയായി നൽകിയോ അതാണ് ദീൻ. പ്രവാചകൻ എന്ത് വിശദീകരിച്ചുവോ അതാണ് ദീൻ. അതിന് ആ പ്രവാചകന്റെ പോലും വ്യക്തിപരമായ താല്പര്യങ്ങൾ കടന്നു വരുന്നില്ല. അള്ളാഹു പറയുന്നത്, അള്ളാഹു നിർദ്ദേശിക്കുന്നത്, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത് മതമായി സ്വീകരിച്ചുകൊണ്ട് അത് മതമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിനാണ് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്നൊക്കെ പറയുന്നത്. എന്നാൽ ലോകത്ത് ഏത് കാലഘട്ടത്തിലും മനുഷ്യ സമൂഹത്തിനിടയിൽ കടന്നു വന്ന ഒരു ചിന്താഗതിയുണ്ട്. മതത്തിന് സമാന്തരമായി അല്ലെങ്കിൽ മതത്തിന് ബദലായി രൂപപ്പെട്ടു വന്ന ഒരു ചിന്താഗതി, ഒരിക്കലും ദൈവസ്പർശമില്ലാത്ത, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടില്ലാത്ത ചിന്താഗതികളെ മതമായി രൂപപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന ഒരു വിഭാഗം ലോകത്തേത് കാലഘട്ടത്തിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. അവർ മതത്തിന്റെ ലേബലിലും മതത്തിന്റെ പേരിലുമാണ് രംഗത്ത് വരിക. മതത്തിന്റെ പേരിലാണ് അവർ നിലനിൽക്കുക. പൗരോഹിത്യത്തിന് പറയാനുള്ളതും ഒരു മതം തന്നെയാണ്. പക്ഷേ പൗരോഹിത്യം പറയുന്ന മതമാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചതോ ആയിരിക്കുകയില്ല. പ്രവാചകന്മാർ വിശദീകരിക്കുന്ന ഒരു പാത, പ്രവാചകന്മാർ പഠിപ്പിച്ചു പോയ ഒരു വഴി, ആ വഴിക്ക് സമാന്തരമായി ഒരു വഴി ഉണ്ടാക്കുക, മാർഗമുണ്ടാക്കുക എന്നതാണ് പൗരോഹിത്യം ഏത് കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ളത്. ഇവിടെ അടിസ്ഥാനപരമായി പ്രവാചകന്മാർ വരച്ചു കാണിച്ച പാതയും പൗരോഹിത്യം വരച്ചു കാണിക്കുന്ന പാതയും തമ്മിൽ അടിസ്ഥാനപരമായി തന്നെ വ്യത്യാസമുണ്ട്. എന്താണ് അടിസ്ഥാനപരമായ വ്യത്യാസം? ലോകത്ത് അള്ളാഹുവിന്റെ ദൂതന്മാർ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവർ കടന്നു വന്നുകൊണ്ട് പഠിപ്പിച്ച ആദർശം, ആ ആദർശത്തിന്റെ പ്രത്യേകത, അവരുടെ പ്രബോധനത്തിൽ അവർ ഊന്നൽ നൽകിയ കാര്യം തികച്ചും ഈ ലോകത്തിൽ നിന്ന് മനുഷ്യൻ മരണപ്പെട്ടതിനു ശേഷം വരാനിരിക്കുന്ന ലോകത്ത് ഊന്നി നിന്നുകൊണ്ടുള്ള പ്രബോധനമാണ്. മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ വശം മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ട്, മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥമെന്ത് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, മനുഷ്യന്റെ ചിന്തയെ വിളിച്ചുണർത്തിക്കൊണ്ട് നാളെ പാരത്രിക ലോകത്ത് വിജയിക്കുവാൻ ആവശ്യമായ ചിന്താഗതികളും അതിനാവശ്യമായ നിർദ്ദേശങ്ങളുമാണ് പ്രവാചകന്മാർ മനുഷ്യരോട് പറയുന്നത്, പ്രവാചകന്മാർ വിശദീകരിക്കുന്നത്. ആ പ്രവാചകന്മാർ മനുഷ്യരെ വിളിച്ചുകൊണ്ട് ചോദിച്ചത് അല്ല, അഫഹസിബതും അന്നമാ ഖലഖനാകും അബതാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ല മനുഷ്യരെ, എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങളുടെ വിചാരം? ഐഹിക ലോകത്ത് നിങ്ങൾ കഴിച്ചു കൂട്ടുമ്പോൾ എന്താണ് നിങ്ങൾ ഈ ലോകത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് കണക്കാക്കിയിട്ടുള്ളത്? ഇതൊരു കളിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഇതൊരു തമാശയാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? എങ്കിൽ വേണ്ട. അള്ളാഹുവിന്റെ വാചകങ്ങൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ പ്രവാചകന്മാർ ജനങ്ങൾ കോതിക്കൊടുക്കുകയാണ്. വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശഭൂമികൾക്കിടയിലുള്ള വസ്തുക്കളെ ഒരിക്കലും നാം കളിയായി തമാശയായി സൃഷ്ടിച്ചതല്ല. ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. വമാ ഖലഖനസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാതില. ആകാശത്തെ ഭൂമിയെ, ആകാശഭൂമികൾക്കിടയിലുള്ള വസ്തുക്കളെ നാം വെറുതെ സൃഷ്ടിച്ചതല്ല. അങ്ങനെ കരുതുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഇതെല്ലാം ഒരു വിനോദമാണെന്ന് കരുതുന്നവരുണ്ട്, ഇതൊരു തമാശയാണെന്ന് വിചാരിക്കുന്നവരുണ്ട്, ഇതൊരു നേരം പോക്കാണെന്ന് കരുതുന്നവരുണ്ട്, ഇതൊരു പ്രകൃതിയുടെ വികൃതിയായി ചിത്രീകരിക്കുന്നവരുണ്ട്. അത് അവിശ്വാസിയുടെ ഊഹം മാത്രമാണ്, അവിശ്വാസികളുടെ തന്നെ മാത്രമാണ്, ഊഹം മാത്രമാണ്. അത്തരം കുഫ്രിൽ അകപ്പെട്ടു പോയ ആളുകൾ, അവിശ്വാസത്തിൽ അകപ്പെട്ടു പോയ ആളുകൾ നരകത്തിന്റെ വിറകാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത് പ്രവാചകന്മാർ ലോകത്ത് പഠിപ്പിച്ച ആദർശത്തിന്റെ കാമ്പാണ്.
അവർ ലോകത്ത് പറഞ്ഞ തത്വത്തിന്റെ അടിസ്ഥാനമാണ്. ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, ഈ ലോക ജീവിതത്തിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് മനുഷ്യരെ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅ്ബുദൂ, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. വഅതിഊൻ, പ്രവാചകനായ എന്നെ നിങ്ങൾ അനുസരിക്കണം. ഇത് പറഞ്ഞുകൊണ്ടാണ് ലോകത്തെ പ്രവാചകന്മാർ കടന്നുപോയത്. അവരുടെ പ്രബോധനത്തിന്റെ ഊന്നൽ പാരത്രിക ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ, ഇതിൽ നിന്നും പരിപൂർണമായും അകന്നുപോയ ഒരു നിലപാടുമായിട്ടാണ് പൗരോഹിത്യം രംഗത്ത് വന്നത്. പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനത്തിന്റെ ഊന്നൽ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭൗതിക അടിത്തറയിൽ രൂപപ്പെടുത്തപ്പെട്ട സിദ്ധാന്തങ്ങളാണ് പൗരോഹിത്യം മതമായി, ദർശനമായി, സിദ്ധാന്തമായി ലോകത്തെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാരും പുരോഹിതന്മാരും രണ്ട് വഴികൾ അവരുടെ പ്രബോധനത്തിൽ സ്വീകരിച്ചതായി വിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രവാചകന്മാരുടെ നിലപാടും പുരോഹിതന്മാരുടെ നിലപാടും വേർതിരിച്ചുകൊണ്ട് അല്ലാഹു പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് കാണാം. ലോകത്ത് കഴിഞ്ഞുപോയ അവ്വലുർ റസൂൽ എന്ന സ്ഥാനപ്പേര് ലഭിച്ച മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ എന്ന് പറയുന്നു, കദ്ദബത് ഖൗമു നൂഹിൽ മുർസലീൻ, നൂഹിന്റെ ജനത പ്രവാചകന്മാരെ കളവാക്കുകയുണ്ടായി. ഇത് ഖാല ലഹും അഖൂഹും നൂഹുൻ അലാ തത്തഖൂൻ, അവരുടെ സഹോദരനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവർക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, അലാ തത്തഖൂൻ, മനുഷ്യരെ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? ജീവിതത്തിൽ നിങ്ങൾ തഖ്വ പാലിക്കുന്നില്ലേ? ഇന്നി ലകും റസൂലുൻ അമീൻ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട വിശ്വസ്തനായ ദൂതനാണ്, അമീനായ പ്രവാചകനാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണേ. വഅതിഊൻ, എന്നെ നിങ്ങൾ അനുസരിക്കണേ. ഇത് പറഞ്ഞതോടൊപ്പം നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറയുന്നത്, വമാ അസ്അലുകും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, ഞാനിത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതിന്റെ പേരിൽ ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, ഒരു കൂലിയും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ, ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം എന്റെ റബ്ബ് എനിക്ക് തരുന്ന പ്രതിഫലമാണ്, അല്ലാഹുവിങ്കിൽ നിന്ന് എനിക്ക് നൽകപ്പെടുന്ന പ്രതിഫലമാണ്. ആ പ്രതിഫലമാണ് ഞാൻ കൊതിക്കുന്നത് എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവസാനിപ്പിച്ചില്ല. അതേ വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, ആദ് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഈ കാര്യം ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ എനിക്ക് കൂലി തരണ്ട, ജനങ്ങളെ നിങ്ങൾ എനിക്ക് പ്രതിഫലം തരണ്ട, ഈ ദഅവത്തിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് പ്രതിഫലം തരണ്ട, ഞാൻ കൊതിക്കുന്നത് അല്ലാഹുവിന്റെ പ്രതിഫലമാണ് എന്ന് മഹാനായ ഹൂദ് അലൈഹിസ്സലാം പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. തമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം ഇത് പറഞ്ഞു, ലൂത്ത് അലൈഹിസ്സലാം തന്റെ ജനതയോട് ഇത് പറഞ്ഞു, അസ്ഹാബുൽ ഐക്കത്തിനോട് ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ നബിമാർ ഈ വിവരം അല്ലെങ്കിൽ ഈ തത്വം ജനങ്ങളോട് പറഞ്ഞു. ഇത് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് ലോക സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്ത് കഴിഞ്ഞു പോയ നബിമാർ സ്വീകരിച്ച നിലപാട് അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സ്വീകരിക്കുവാൻ അല്ലാഹു പറഞ്ഞു. എന്താണ് ആ നിലപാട്? വമാ അർസൽനാക ഇല്ലാ മുബശ്ശിറൻ വനദീറാ, ഓ നബിയെ, താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് സന്തോഷ വാർത്ത അറിയിക്കുന്ന വ്യക്തിയായും അതുപോലെ തന്നെ താക്കീത് നൽകുന്ന ആളായുമായിട്ടാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന, നരകം കൊണ്ട് ഇൻദാറ് ചെയ്യുന്ന വ്യക്തിത്വമായിട്ടാണ് നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുൽ, താങ്കളും പറയണം, മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇല്ലാ മൻ ശാഅ അയ്യത്തഖിദ ഇലാ റബ്ബിഹി സബീലാ, ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല, എന്റെ ഈ പ്രവർത്തനത്തിന് ഞാൻ നിങ്ങളോട് കൂലി ചോദിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് കൂലി തരണ്ട എന്ന് അവരോട് പറയൂ നബിയെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു കൽപ്പിക്കുകയാണ്. ഇത് ലോകത്ത് പ്രവാചകന്മാർ സ്വീകരിച്ച, നബിമാർ സ്വീകരിച്ച നിലപാടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് പൗരോഹിത്യം സ്വീകരിക്കുക, പുരോഹിതന്മാർ സ്വീകരിക്കുക. അതുകൊണ്ട് നബിമാരുടെ നിലപാട് സ്വീകരിച്ച അല്ലെങ്കിൽ അത് പറഞ്ഞ വിശുദ്ധ ഖുർആൻ പൗരോഹിത്യത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴോ പുരോഹിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴോ വ്യക്തമായി പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കതീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയക്കുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്
യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇന്ന കതീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും, യഹൂദ നസറാക്കളിലെ പുരോഹിതന്മാരെ, പണ്ഡിതന്മാരെ സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ആ പണ്ഡിത പുരോഹിതന്മാരിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുന്നവരാണ്. ലോകത്ത് കഴിഞ്ഞുപോയ നബിമാർ, അമ്പിയാക്കന്മാർ ഒരിക്കലും അവർ ഈ നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ പുരോഹിതന്മാരോ, ആ പുരോഹിതന്മാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും അത് ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുന്നവരാണ്. മാത്രമല്ല വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരുമാണ്. പുരോഹിതന്മാർ ചെയ്യുന്നത് രണ്ട് ഉപദ്രവമാണ് എന്നാണ്. ഒന്ന്, ജനങ്ങളെ ചൂഷണം ചെയ്യും. രണ്ടാമതവർ ചെയ്യുന്നത് വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത ഒരു വഴിയുണ്ട്, മാർഗമുണ്ട്. ആ മാർഗത്തിന് എതിരായ നിലപാടുകൾ സ്വീകരിക്കും. അല്ലാഹു പഠിപ്പിച്ച മാർഗം, പ്രവാചകന്മാർ വരച്ചു കാണിച്ച വഴി, ആ വഴിയിൽ നിന്ന് ജനങ്ങളെ തടുത്തു നിർത്തും. അതാണ് ലോകത്ത് പുരോഹിതന്മാർ ചെയ്യുന്ന ഉപദ്രവമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാന്യ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി പൗരോഹിത്യത്തിന്റെ അപകടം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതല്ല, പൗരോഹിത്യത്തിന്റെ ഈ ഉപദ്രവത്തെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഭൗതികമായും നമുക്ക് നഷ്ടമുണ്ടാകും, പാരത്രികമായും നമുക്ക് നഷ്ടമുണ്ടാകുമെന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. കാരണം പുരോഹിതന്മാർ ഇടപെടുന്നത് നമ്മുടെ മതരംഗത്താണ്, വിശ്വാസരംഗത്താണ്, ആദർശരംഗത്താണ്. ആ ആദർശമാകട്ടെ വ്യക്തമായിരിക്കണം, അല്ലാഹു പറഞ്ഞതായിരിക്കണം. നമ്മുടെ ദീനാകട്ടെ അത് പ്രവാചകന്മാർ പഠിപ്പിച്ചതായിരിക്കണം. അതിനപ്പുറം ഒരു മാർഗം നമുക്ക് സ്വീകരിക്കുവാനുള്ള അനുവാദമില്ല. മറ്റൊരു മാർഗം നാം സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദീനിന്റെ കാര്യത്തിൽ, ഇസ്ലാമിന്റെ കാര്യത്തിൽ കണിശമായ തീരുമാനങ്ങൾ ഇസ്ലാമിക ലോകം കൈക്കൊള്ളുകയാണ്. വിശ്വാസി സമൂഹം കൈക്കൊള്ളേണ്ടതാണ് കണിശമായ തീരുമാനം. ഞാൻ എൻ്റെ ജീവിതത്തിൽ മതമായ ഒരു കാര്യം സ്വീകരിക്കുന്നുവെങ്കിൽ അത് മാ ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്, അല്ലാഹു പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുമായിരിക്കണം. അല്ലാഹു പറഞ്ഞതാണ് എന്ന് ഉറപ്പിക്കണം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് എന്ന് ഉറപ്പിക്കണം. അതിനുള്ള ഒരു സംവിധാനം അല്ലാഹു വിശ്വാസി ലോകത്തിന് നൽകി, വിശ്വാസി സമൂഹത്തിന് നൽകി. എന്താണത്? ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണോ അത് മനസ്സിലാക്കാൻ മുഅ്മിനീങ്ങൾക്ക് മാർഗമുണ്ട്. ഒരു കാര്യം റസൂലത പഠിപ്പിച്ചിട്ടുണ്ടോ അത് മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് മാർഗമുണ്ട്. ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ലോകത്ത് സംരക്ഷിച്ചത്. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകങ്ങളെ, വചനങ്ങളെ, ഹദീസുകളെ ലോകത്ത് സംരക്ഷിച്ചത്. ഒരിക്കലും ഒരു മുസ്ലിം ഐതിഹ്യത്തിൽ വിശ്വസിക്കുന്നവനല്ല, കെട്ടുകഥകളിൽ വിശ്വസിക്കുന്നവനല്ല, അല്ലെങ്കിൽ ആരോ പറഞ്ഞു വിട്ട അല്ലെങ്കിൽ പറഞ്ഞ് പ്രചരിപ്പിച്ച ഏതെങ്കിലും സിദ്ധാന്തങ്ങളിൽ, കഥകളിൽ വിശ്വസിക്കുന്നവനല്ല. നേരെ മറിച്ച് ഞാൻ എൻ്റെ മതമായി സ്വീകരിക്കുന്നത്, എൻ്റെ ആദർശമായി സ്വീകരിക്കുന്നത് വ്യക്തമായ പ്രമാണമുള്ളതാണ്. അല്ലാഹു പറഞ്ഞതും റസൂലുള്ളാഹി പറഞ്ഞതുമാണ്. 1400 കൊല്ലങ്ങൾക്ക് ശേഷം ഈ പ്രവാചകൻ ലോകത്ത് കടന്നു വന്ന് വിശുദ്ധ ഇസ്ലാം പ്രചരിപ്പിച്ച് ഈ ലോകത്ത് നിന്ന് റസൂലുള്ളാഹി കടന്നുപോയി. 1400 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ സ്വീകരിക്കുന്ന ഒരു കാര്യം അത് റസൂലുള്ളാഹിയിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശാസ്ത്രീയമായ സംവിധാനം ഉള്ള ഏക സമൂഹം മുസ്ലിമീങ്ങളാണ്, വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നും അഭിമാനിക്കാം. എന്താണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ആ സംവിധാനം? ഒരു കാര്യം അവരുടെ മതമായി സ്വീകരിക്കുമ്പോൾ റസൂലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നബി പറഞ്ഞതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനം എന്താണ്? ഇസ്നാദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ കാര്യം ആരാണത് കേട്ടത്? ആ വ്യക്തി ആരാണ്? കേട്ട വ്യക്തി ആരാണ്? ആ വ്യക്തിയിൽ നിന്ന് കേട്ടതാരാണ്? ആ വ്യക്തികളിൽ നിന്ന് കേട്ടതാരാണ്? ഈ വ്യക്തിത്വങ്ങളെ മുഴുവൻ പരിശോധിക്കുകയും അവർ കേട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അവർ സത്യസന്ധന്മാരാണെന്ന് ഉറപ്പിക്കുകയും അവർ സ്വീകരിക്കാവുന്ന ആളുകളാണ്, നീതിമാന്മാരാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് ഇസ്ലാമിൽ ഒരു കാര്യം സ്വീകരിക്കേണ്ടത്. അങ്ങനെയാണ് ഇസ്ലാമിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. മഹാനായ ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഒരു അധ്യായത്തിന് പേര് കൊടുക്കുന്നത് കാണാം, ബാബു ഫി അന്നൽ ഇസ്നാദ മിനദ്ദീൻ. സനദ്, പരമ്പര നോക്കിക്കൊണ്ടാണ് ദീൻ മനസ്സിലാക്കേണ്ടത്. ദീനാണ്, ദീനിന്റെ ഭാഗമാണ്.
പരമ്പര നോക്കിക്കൊണ്ടാണ് ഒരു കാര്യം ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത്. എന്റെ നാട്ടിൽ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, എന്റെ ഇഷ്ടം ഇതാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഇങ്ങനെയാണ് എന്റെ മഹലിൽ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടല്ല. ഞാനൊരു കാര്യം ആചരിക്കുമ്പോൾ, ഞാനൊരു വിശ്വാസത്തെ സ്വീകരിക്കുമ്പോൾ, ഞാനൊരു അനുഷ്ഠാന കർമ്മം നിർവഹിക്കുമ്പോൾ അവിടെ അത് റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ട്, അതിന് പരമ്പരയുണ്ട്, നബിയിൽ നിന്ന് വന്നതാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന്റെ സനദ്, അതിന്റെ പരമ്പര പരിശോധിച്ചുകൊണ്ടാണ് ഏതൊരു കാര്യവും ചെയ്യേണ്ടത്. അത് ദീനിന്റെ ഭാഗമാണ് എന്ന് അതേ ഇമാം മുസ്ലിം തന്റെ സഹീഹിന് ഒരു അധ്യായം കൊടുത്തുകൊണ്ട് വിശദീകരിക്കുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. യഖൂലു, അദ്ദേഹം പറയുകയാണ്, അൽ ഇസ്നാദു മിനദ്ദീൻ, അൽ ഇസ്നാദു മിനദ്ദീൻ വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ വമാ ശാഅ. തീർച്ചയായും പരമ്പര നോക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നത് അത് ദീനിൽ ഉൾപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം അത് പരമ്പര നോക്കിക്കൊണ്ട് സ്വീകരിക്കാത്ത അവസ്ഥ വന്നാൽ, അത് സനദ് നോക്കിക്കൊണ്ട് സ്വീകരിക്കാത്ത അവസ്ഥ വന്നാൽ ലഖാല മൻ ശാഅ മാ ശാഅ, ഏതൊരാൾക്കും തോന്നിയതൊക്കെ മതമായി പറയാം, തോന്നിയ കാര്യങ്ങൾ തോന്നിയവന് മതമായി പറയാവുന്ന, ആർക്കും മതമായി പറയാവുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പരമ്പര നോക്കിക്കൊണ്ടാണ്, നബിയിൽ നിന്ന് വന്നതാണോ എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ്, അത് നീതിമാന്മാരായ ആളുകളുടെ കൈമാറിയതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മതം ആദർശം സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രവാചകനിൽ നിന്ന് വന്ന കാര്യങ്ങളെ സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തമായി ഇസ്ലാമിക ലോകം പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക സമൂഹത്തിനിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരിക്കലും ഇസ്ലാം വെച്ച് പുലർത്താത്ത കാര്യങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കാത്ത ആദർശങ്ങൾ മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല, അനവധി സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്, അനവധി ചിന്താഗതികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരിക്കലും നമ്മൾ അത് ഇഷ്ടപ്പെടുന്നില്ല. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഭിന്നിച്ച് വേർതിരിഞ്ഞ് പല കക്ഷികളായി മാറി നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് മുസ്ലിം ഉമ്മത്ത് വാഹിദ, ഏക ഉമ്മത്താകണം, അവരെല്ലാവരും ഒന്നിക്കണം, ഒരേപോലെ നിലപാടുകൾ സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്തുണ്ട് മാർഗം? ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നിക്കൂ. ഏതാണ് ആ കാര്യം? എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചകനെ ഞാൻ പ്രവാചകനായി സ്വീകരിക്കുമ്പോൾ ആ പ്രവാചകനിൽ നിന്നാണ് ഞാൻ മതം ഉൾക്കൊള്ളേണ്ടത്. ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ് മതമായി ഞാൻ സ്വീകരിക്കേണ്ടത്. ആ പ്രവാചകനിൽ നിന്ന് വന്നു എന്ന് ഉറപ്പുള്ള കാര്യമാണ് എന്റെ ആദർശമായി ഞാൻ സ്വീകരിക്കേണ്ടത്. ഈ നിലപാടിൽ കേരളത്തിലെ സംഘടനകൾ മുഴുവനും ഒന്നിച്ചാൽ എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഇവിടെ ഇല്ലാതാകും. മാത്രമല്ല, ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള, ഈ സമൂഹത്തിലേക്ക് പിൽക്കാലഘട്ടത്തിൽ കടത്തിവിട്ടിട്ടുള്ള പൗരോഹിത്യ സൃഷ്ടികൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകും. യാതൊരുവിധ സംശയവുമില്ല. അത് സമർത്ഥിക്കാനാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. മാന്യ സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ടതുണ്ടോ? ഇവിടെ കൂടിയ ഏതെങ്കിലും ഒരാൾക്ക്, അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് രേഖപ്പെടുത്താം. അല്ലാഹുവിന്റെ റസൂല് പറയാത്തത് ഞാൻ മതമായി സ്വീകരിക്കുമെന്ന് പറയാൻ ആർക്കാ ധൈര്യമുള്ളത്? ആർക്കാണ് അതിന് അവകാശമുള്ളത്? ഇല്ല, ഒരാൾക്കും അവകാശമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതേ ഞാൻ മതമായി സ്വീകരിക്കൂ. റസൂലുള്ളാഹി പറഞ്ഞു എന്ന് ഉറപ്പുണ്ടാകണം. റസൂലുള്ളാഹി പറയാത്തത് ഒരാൾ വന്ന് പറഞ്ഞാൽ അത് മതമായി ഞാൻ അംഗീകരിക്കില്ല. എത്ര വലിയ വിവരമുള്ളവൻ പറഞ്ഞാലും, അറിവാളൻ പറഞ്ഞാലും ഞാൻ സ്വീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കണം. നമുക്കറിയാം, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്ന കൂട്ടത്തിൽ ഒരു മൗലവി രംഗത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നമസ്കാരം 3 വഖത്താണ്, നമസ്കരിക്കേണ്ടെന്നല്ല അദ്ദേഹം പറയുന്നത്, നമസ്കാരം 3 വഖത്താണ് എന്ന് പറഞ്ഞു. ഇവിടെ അയാൾ പറഞ്ഞ കാര്യം മുസ്ലിം ലോകം അംഗീകരിച്ചില്ല. 3 നേരമാണ് നമസ്കാരമെന്ന് ഒരു വ്യക്തി വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ വന്ന് പറയുമ്പോൾ മുസ്ലിം ലോകം അത് അംഗീകരിച്ചില്ല. എന്തേ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത് 5 വഖത്താണ് എന്ന് മനസ്സിലാക്കിയവരാണ് ഇവിടുത്തെ ഉമ്മത്ത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുത്തത് 5 നേരത്തിലാണ് എന്ന് പഠിച്ചവരാണ് മുസ്ലിം സമുദായം. അത് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട സനദ് വഴി നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്.
ആ സനദ് വഴി സ്വീകരിച്ച ഹദീസ് മുന്നിൽ വെച്ചിട്ടാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം 5 നേരമാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ വേറെ ഒരാൾ വിശുദ്ധ ഖുർആൻ തന്നെ ഓതിയിട്ടാണ് പറയും നമസ്കാരം 3 വഖത്താണ്. നമ്മളത് സ്വീകരിച്ചില്ല. എന്തേ കാരണം? കൃത്യമായി വന്നു കിട്ടിയത് 5 വഖത്താണ് എന്നതാണ്. അത് നമ്മൾ സ്വീകരിച്ചു. മുസ്ലിം സമൂഹം അവിടെ ഏകോപിച്ചു. ഇത് നല്ലൊരു നിലപാടാണ്. ഈ നിലപാട് നാം സ്വീകരിക്കണം. കാരണം ഒരു കാര്യം സ്ഥിരപ്പെടുത്തുന്നതും ഒരു കാര്യം തള്ളുന്നതും അത് സനദിന്റെ അടിസ്ഥാനത്തിലാണ്. നബിയിൽ നിന്ന് വന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇതൊരിക്കലും നമ്മൾ തർക്കിക്കേണ്ടതില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ടതില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ എന്റെ വകുപ്പ് പറയുന്നില്ല. കേട്ടോളൂ നിങ്ങളൊരു വാചകം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരം നിസ്കരിച്ചു എന്നതിന് തെളിവില്ലെന്ന് ചേകനൂര് പറഞ്ഞപ്പോ നമ്മൾ തെളിവ് പറഞ്ഞത് ബുഖാരിയിലെ സനദുള്ള ഹദീസാണ്. സനദ് കൊണ്ടല്ലേ കാര്യം സ്ഥിരപ്പെടുത്താറുള്ളത്. അതെ, സനദ് കൊണ്ടാണ് കാര്യം സ്ഥിരപ്പെടുത്താറുള്ളത്. അവിടെ നമുക്ക് ഏകോപിക്കാം. ഒരു സംഘടനയും അതിൽ അഭിപ്രായ വ്യത്യാസം പറയണ്ട. സനദ് കൊണ്ടാണ് കാര്യം സ്ഥിരപ്പെടുത്താറുള്ളത്. കാരണം ചേകനൂർ മൗലവി എന്ന് പറയുന്നു നമസ്കാരം 3 വഖത്താണ്. മറ്റു മുസ്ലിമീങ്ങൾ പറഞ്ഞു അല്ല 5 വഖത്താണ്. ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഒന്ന് സ്വീകരിക്കണം, ഒന്ന് തള്ളണം. ഏത് സ്വീകരിക്കും? 3 വഖത്താണെന്ന് പറഞ്ഞത് സ്വീകരിക്കുമോ? 5 വഖത്താണെന്ന് പറഞ്ഞത് സ്വീകരിക്കുമോ? നമുക്ക് സ്വീകരിക്കുന്നത് തോന്നിയത് ഓരോരുത്തർ നറുക്കിട്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? ഇല്ലല്ലോ. ഒന്ന് ശരി, ഒന്ന് തെറ്റ്. ശരി ഏതാണ്? എങ്ങനെ മനസ്സിലാക്കും? നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നത് സനദ് വഴി കിട്ടിയത് 5 നേരം ആണ് എന്നാണ്. അപ്പോൾ അത് സ്വീകരിച്ചു. 3 നേരമാണെന്നത് സ്ഥിരപ്പെട്ടില്ല, നബിയിൽ നിന്ന് വന്നു കിട്ടിയില്ല, അതിന് സനദില്ല, പരമ്പരയില്ല, അത് തള്ളിക്കളഞ്ഞു. അങ്ങനെയാണ് കാര്യം സ്ഥിരപ്പെടുത്തുന്നത്. ഈ നിലപാട് നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും എന്തും പറയാവുന്ന അവസ്ഥയുണ്ടാകും. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് പറഞ്ഞതുപോലെ സനദ് നോക്കാത്ത അവസ്ഥ വന്നാൽ ആർക്കും എന്തും പറയാവുന്ന അവസ്ഥയുണ്ടാകും. ഇത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലും തർക്കിക്കേണ്ടതില്ല, ഇതിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ടതില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയോ അതല്ലെങ്കിൽ വേറെ സമസ്തയോ അതല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനമോ അതല്ലെങ്കിൽ മടവൂരികൾ എന്ന് പറയുന്നവരോ ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളായി കഴിച്ചുകൂട്ടുന്ന ആളുകൾ ഒരിക്കലും അഭിപ്രായ വ്യത്യാസത്തിൽ ഏർപ്പെടാൻ പാടില്ലാത്ത ഒരു കാര്യമാണിത്. കേട്ടോളൂ, വേറൊരു മുസ്ലിയാർ തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെ അത്ര കണിശമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിന് സനദ് വേണം. എന്നിട്ടല്ലേ ഷാർ മുബാറക്കിന്റെ സനദ് ചോദിച്ചാൽ പൊറുതികേട് കാണിക്കേണ്ട ആവശ്യം? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആർക്കും എന്തും പറയാം. നാളെ ഞാനൊരു മോതിരം കൊണ്ടുവരിക, മോതിരം കൊണ്ടുവന്നിട്ട് നിങ്ങളോട് പറയുന്നു, സഹോദരന്മാരെ, ഇന്നലെ ഞാൻ രാത്രി സ്വപ്നം കണ്ടു, നബി തങ്ങളെ സ്വപ്നം കണ്ടു, ദാ ഈ മോതിരം എനിക്ക് സ്വപ്നത്തിൽ തന്നതാണ്. എന്താ പറഞ്ഞൂടെ? സ്വപ്നത്തിന്റെ കള്ളക്കഥകൾ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് എന്തായാലും പറഞ്ഞൂടെ? ഇത് എല്ലാം പറയാമെന്ന സ്ഥിതി വന്നാൽ ആർക്കും എന്തും പറയാം. പണ്ട് മത്തി കച്ചവടക്കാരൻ മത്തി ഇങ്ങനെ വെച്ച് വിൽക്കുകയാണ് പോലും ഏതോ നാട്ടിൽ. ഇത് അങ്ങനെ പറയപ്പെടുന്ന ഒരു കഥയാണ്. ഇനി അതിന് തെളിവ് ചോദിക്കണ്ട. മത്തി കച്ചവടക്കാരൻ മത്തി ഇങ്ങനെ വിൽക്കുക. അപ്പുറത്ത് ചെമ്മീനുണ്ട്, അതിന്റെ അപ്പുറം മുള്ളനുണ്ട്, അതിന്റെ അപ്പുറം ആവോലി അയക്കൂറി ഒക്കെ ഉണ്ട്. എല്ലാവരും ആവോലി അയക്കൂറിയും ചെമ്മീനും ഒക്കെ വാങ്ങി പോവാ. വന്ന സമയം വൈകി മത്തി കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ പറ്റൂല. അപ്പൊ മൂപ്പര് മന്നകല മത്തി ഫഹുവ മിൻ ഉമ്മത്തി, ആരെങ്കിലും മത്തി തിന്നാൽ എന്റെ ഉമ്മത്തിൽപ്പെട്ടതാണെന്ന് നബി തങ്ങൾ പറഞ്ഞു എന്നങ്ങ് പറഞ്ഞു. മത്തി ചെലവായി പോലും. ഇങ്ങനെ ആയിക്കൂടെ? സനദ് വേണം.